കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ രാത്രി ദർശനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരു കാഴ്ച കാണിച്ചു. സ്തോത്രം. ആകാശത്ത് നിന്ന് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ചില സാധനങ്ങൾ താഴോട്ട് വീഴുക, ഒത്തിരി ആളുകൾ മരിക്കുന്നതും കാണുന്നുണ്ട്. സമതല പ്രദേശങ്ങളിൽ നിന്ന് വാഹനത്തിൽ കുടുംബമായി ആളുകൾ എങ്ങോട്ടെന്നില്ലാതെ പരക്കം പായുകയാണ്. ചില വാഹനങ്ങൾക്കകത്ത് ഡെഡ് ബോഡികളുണ്ട്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ, മലമ്പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അവിടേക്കാണ് ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടുന്നത്. റോഡുകൾ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതം പോലും സാധ്യമല്ലാത്ത വിധത്തിൽ പലയിടങ്ങളിലും റോഡുകൾ വിണ്ട് കീറി സ്റ്റെപ്പ് പോലെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥകളാണ് കാണുന്നത്. എത്ര സമയം ഞാനത് കണ്ടെന്നറിയാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങൾക്കകത്ത് തിങ്ങി നിറഞ്ഞാണ് ആളുകൾ പോകുന്നത്. എന്നാൽ റോഡിൽ നിന്ന് വാഹനമില്ലാത്തവരുടെ നിലവിളി വളരെ ദയനീയമാണ്. തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച്, തങ്ങളുടെ സ്വത്ത് ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം ആളുകൾ പരക്കം പായുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. സ്തോത്രം. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കണ്ട കാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ, നിമിഷങ്ങൾ വളരെ വളരെ ഭയാനകമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതിനുള്ള ദിവസങ്ങളായിരിക്കും. എന്തിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, അവൻ ദേശത്ത് ഒരനർത്ഥം വരുന്നതിന് മുൻപ്, ദേശത്ത് എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തിയോ ഒരു ദൈവികമായ ഇടപെടലുകളോ ദൈവികമായ ഒരു സ്പർശനമോ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടത് സംസാരിക്കും. നിങ്ങൾ വ്യക്തിപരമായി സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ വെളിപ്പാടിലൂടെയോ ആത്മവിവശതയിലൂടെയോ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും മുൻകൂട്ടി തന്റെ ദാസന്മാരെ അറിയിക്കും. നിങ്ങളോട് പല കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് മുഖവിലക്കെടുക്കാത്തത് കൊണ്ടാണ്. അത് സംഭവിച്ചു കഴിയുമ്പോൾ, എന്നോടത് പറഞ്ഞതായിരുന്നല്ലോ, എനിക്കത് കാണിച്ചു തന്നതായിരുന്നല്ലോ എന്ന് നിങ്ങളുടെ ഉൾബോധം നിങ്ങൾക്ക് ബോധ്യം വരുത്തുന്നത്. സ്തോത്രം. എസെക്കിയേലിന്റെ പ്രവചനത്തിലൊരു വാക്യമുണ്ട്. 33-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2-ാം വാക്യവും 3-ാം വാക്യവും 4-ാം വാക്യവും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവലക്കാരനാക്കി വച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. സ്തോത്രം. സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ദൈവം നിങ്ങളെ എത്ര പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട്? ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ തട്ടി ചോദിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ? ഉപവസിക്കുന്ന വ്യക്തിയല്ലേ? വലിയ കുരുത്തക്കേടൊന്നും കാണിക്കാതെ, വലിയ പ്രഹസനങ്ങളൊന്നും ഉണ്ടാക്കാതെ, ദൈവത്തിന് വേണ്ടി എരിവോടെ ആമേൻ പാപത്തെ വിട്ട് ഇന്ന് കാണുന്ന ഒരു വൃത്തികേടിനകത്തും പെടാതെ ഒരാത്മ മനുഷ്യനായി, ഒരു വിശുദ്ധനായി ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രയോ സംഭവങ്ങൾ രാത്രിയിലും പകലിലും പ്രാർത്ഥിക്കുന്ന സമയത്തും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോടും നിങ്ങളുടെ ആത്മാവിനോടും വ്യക്തമായി സംസാരിച്ച എത്രയോ സമയങ്ങളുണ്ട്.
പലപ്പോഴും അതൊരു സ്വപ്നമായി നിങ്ങൾ തള്ളിവിട്ടു. എന്തോ ഞാനിങ്ങനെ കണ്ടു. ചില ആളുകൾ പറയുന്നത് അറിയോ, ഇന്നലെ രാത്രി ഞാൻ വലിയൊരു സ്വപ്നം കണ്ടു, പക്ഷെ രാവിലെ മറന്നുപോയി, എന്നാന്ന് ഓർക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു പകൽ മുഴുവൻ അവർ വളരെ വിഷാദത്തോടെ വിഷമത്തോടെ നടക്കുന്ന കാഴ്ച ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായെന്ന് വരാം, ഇല്ലേ? സ്തോത്രം. സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ദൈവം നിങ്ങളെ അറിയിച്ചു. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ വിഷയം അറിയിച്ചത്. സ്തോത്രം. ഒരുപക്ഷെ അത് പറഞ്ഞാൽ ആളുകൾ കളിയാക്കുമോ? എന്നെ ഒരു പ്രവാചകനാക്കി ആളുകൾ മുദ്ര കുത്തുമോ? ഇവനും തുടങ്ങിയോ എന്ന് ചോദിക്കുമോ? സ്തോത്രം. എന്റെ പ്രിയരെ, ദൈവം നിങ്ങളെ വിശ്വസ്തനെന്ന് കണ്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് പറഞ്ഞ ഒരു വസ്തുത നിങ്ങളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് ഭയത്തോടെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ, സ്തോത്രം, ദൈവം എന്തിനാണോ നിങ്ങളെ അത് അറിയിച്ചത്, ആ അറിയിച്ച കാര്യത്തിൽ ദൈവത്തിനൊരു പൂർത്തീകരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. സ്തോത്രം. ഒരുപക്ഷെ ഒരു വീട്ടുകാരെ സംബന്ധിച്ചായിരിക്കാം, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചായിരിക്കാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചായിരിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ കിടക്കയിൽ, നിങ്ങളുടെ ഉറക്കത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഒരുപക്ഷെ സ്വപ്നത്തോടൊപ്പമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദർശനമായിരിക്കാം, ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരോട് അത് പ്രസ്താവിക്കണം. കാരണം നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ഒരു കാര്യമാണത്. എന്ത് സംഭവിക്കുമോ, അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമോ, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഒരു പോസ്റ്റ്മാന്റെ ജോലിയാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. അത് കത്തായിരിക്കാം, ടെലഗ്രാം ആയിരിക്കാം, ഒരുപക്ഷെ അറസ്റ്റ് വാറണ്ട് ആയിരിക്കാം അതിനകത്ത്, അല്ലെങ്കിൽ മണി ഓർഡർ ആയിരിക്കാം, എനിത്തിങ് എൽസ്. എന്ത് തന്നെയായിരുന്നാലും ആ അഡ്രസ്സിന്റെ ആൾ ആരാണോ അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി. അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് അറിയിച്ചിട്ട് ആ അറിയിച്ച കാര്യം അവർ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവരതിന് വില കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ പറഞ്ഞ വാക്കിന് അവർ വില കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളത് കൈമാറിയതോടുകൂടി നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. സ്തോത്രം. ദൈവശബ്ദത്തിന് കാതോർക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ദൈവസന്നിധിയിലുള്ള അഭയാചനയും നിമിത്തം എത്രയോ കാര്യങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിച്ചു. അതെല്ലാം നിങ്ങൾ വിഴുങ്ങിക്കളഞ്ഞു. എത്രയോ സംഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആളും തരവും നോക്കി പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം കുറച്ച്, എന്നാ പറഞ്ഞോ, പറഞ്ഞു, പറഞ്ഞില്ലേ, എനിക്ക് സേഫാ, ഞാൻ സേഫാ, അവരൊന്നും വിചാരിക്കില്ല, ഞാൻ സേഫാ, ആ രീതിയിലാണ് നിങ്ങളത് അവതരിപ്പിച്ചെങ്കിൽ ദൈവം ഏത് പർപ്പസോടുകൂടി, ഏത് ഗൗരവത്തോടുകൂടി അത് നിങ്ങളെ ഏൽപ്പിച്ചോ, അത് ആ ഗൗരവം ഒട്ടും വിടാതെ അതങ്ങനെ തന്നെ പറയാനുള്ളൊരു ചങ്കൂറ്റവും ഒരു ദൈവശക്തി നിങ്ങളുടെ ദേഹത്ത് വേണം. സ്തോത്രം. അതുകൊണ്ടാണ് ഏലിയാവൊക്കെ നേരെ കൊട്ടാരത്തിലോട്ട് ചെന്ന് ഞാൻ പറഞ്ഞല്ലാതെ എന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ആ പവറാ. സ്തോത്രം. ഈ രാവിലെ സമയം ഇന്നലെ കണ്ട സ്വപ്ന നിമിത്തം നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കാം. സുഹൃത്തെ, ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനെ ഇന്നലെ രാത്രി നിങ്ങളോട് സംസാരിച്ച, നിങ്ങളെ കാണിച്ച ദർശനം, നിങ്ങളെ കാണിച്ച സ്വപ്നം, അതും വെറുതെ നേരം പോക്കിന് നിങ്ങൾക്ക് ഉറക്കത്തിലൊരു സുഖം ലഭിക്കേണ്ടതിന് വേണ്ടി ഒരു കഥയാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതന്ന് നിങ്ങളുടെ ഉറക്കത്തെ നല്ല എന്താ പറയുക, സുഖത്തോടെ ഉറങ്ങാൻ വേണ്ടി തന്നൊരു കഥയല്ല അത്.
പ്രൈസ് ദി ലോർഡ്. തകർന്നിരിക്കുന്ന ഏതോ ഒരു കുടുംബത്തിനുള്ള ആശ്വാസ വചനമാണ് കഴിഞ്ഞ രാത്രിയിൽ ദൈവം നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചത്. വഴിപഴച്ചുപോയ ഒരു ചെറുപ്പക്കാരനോട് ശക്തമായി പരിശുദ്ധാത്മാവിനും രാവിലെ സംവദിക്കാനുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ രാത്രി ദൈവം നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞാ പ്രശ്നമാവൂ, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവൂ. രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുക അല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിങ് അടുത്തെത്തി നിൽക്കുക. ചിലതിനെ ഒരുക്കിയെടുക്കാൻ, ചിലതിനെ ക്രമീകരണം വരുത്താൻ, ചിലതിന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റമുണ്ടാക്കാൻ, ചിലതിനോട് വ്യക്തിപരമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്വപ്നം തരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദർശനം തരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെളിപ്പാട് തരുന്നത്. നിങ്ങൾ വിശ്വസ്തയോടെ അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങളെ അത് ഏൽപ്പിച്ചത്. പക്ഷെ പല പ്രാവശ്യവും നിങ്ങൾ പോസ്റ്റ്മാൻ കിട്ടിയ ലെറ്റർ മുഴുവൻ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞതുപോലെ ആയി പോവുക. ഒരിക്കലും അത് ചെയ്യരുത്. ഈ രാവിലെ സമയം കണ്ട സ്വപ്നത്തെ ഓർത്ത് ഭാരപ്പെടണ്ട. ആമേൻ. ദൈവം ചില കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചതാ. അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയോ നിങ്ങളുടെ കുടുംബം അങ്ങനെ സെറ്റപ്പായി പോകാൻ വേണ്ടി ഉള്ള ഒന്നുമല്ല. അവന്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കിയെടുക്കാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങളൊന്ന് തയ്യാറാകാൻ, നിങ്ങളുടെ മാറ്റേണ്ടതിനെ മാറ്റാൻ, ചേർക്കേണ്ടതിനെ ചേർക്കാൻ, ആത്മീയ ജീവിതത്തിലും ഏത് മേഖലയിലും ദൈവവുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ നൽകുന്ന ആലോചനകളാണ്. അത് മറക്കാതെ മറ്റുള്ളവരെത്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കണം. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദീർഘനാളുകളായി പല പ്രാവശ്യം ദൈവിക ഇടപെടലുകൾ രാത്രിയിലും പകലുമൊക്കെ ദൈവം പ്രാർത്ഥിക്കുന്ന സമയത്തും അനേകരെ കുറിച്ചുള്ള പല കാര്യങ്ങൾ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പലപ്പോഴും ഭയവും ഭീരുത്വവും നാണക്കേടും ഓർത്ത് പലതും വിഴുങ്ങിക്കളഞ്ഞു. അതിന്റെ ഭവിഷ്യത്തുകൾ ചിലയിടങ്ങളിൽ സംഭവിക്കുമ്പോൾ അയ്യോ അതെന്നോട് ദൈവം പറഞ്ഞതായിരുന്നല്ലോ എന്നോർത്ത് ഇപ്പോൾ ഭാരപ്പെടുകയാണ്. എന്നാൽ ഇന്നു മുതൽ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ എവിടെ എത്തിക്കണമോ അവിടെ എത്തിക്കുവാൻ ഒരു ഉത്സാഹവും ഒരു ധൈര്യവും കർത്താവെ ദൈവത്തോടുള്ളൊരു പ്രതിബദ്ധതയും ഇന്ന് പകൽക്കാലം അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഹൃദയം തുറന്ന് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, സുവാർത്ത ദൂതികളുടെ കാലത്ര മനോഹരം പർവ്വതങ്ങളിൽ ദൈവമേ വരുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും നിന്നെ വിശ്വസിക്കുന്നവരെയും നിന്നെ ആരാധിക്കുന്നവരെയും നീ സംരക്ഷിക്കുന്ന ദൈവമാണ്. സംഭവിപ്പാൻ പോകുന്ന എല്ലാറ്റിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകാണ്ടതിന് സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ച് ദൈവസന്നിധിപ്പാനും പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, മറക്കരുത്, ദൈവം നിങ്ങൾ വിശ്വസ്തരെന്ന് കരുതിയാണ് ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ആമേൻ. അതേ വിശ്വസ്തത അതെവിടെ എത്തിക്കണമോ, എവിടെ ചെന്ന് പറയണമോ, ഏത് വ്യക്തിയോട് സംസാരിക്കണമോ, ഏത് സഭയോട് സംസാരിക്കണമോ, ഏത് കുടുംബത്തോട് സംസാരിക്കണമോ, അതതുപോലെ ഒട്ടും കുറയ്ക്കാതെ ഒട്ടും കൂട്ടാതെ കൃത്യമായി അവരുടെ കരങ്ങളെത്തിക്കാൻ സർവ്വകൃപാലുമായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.